നമസ്കാരം. ഡെയിലി ന്യൂസ് ചുവദനത്തിലേക്ക് സ്വാഗതം. അപേക്ഷകൾ നിരസിക്കപ്പെടുന്നത് അവ അനാവശ്യമായി തോന്നിയതുകൊണ്ട് മാത്രമാണോ? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ആ 5 വയസ്സുകാരൻ വളരെ വികൃതിയായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നൊരു ദിവസം അച്ഛനാണ് അവൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത്. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ്റെ പിന്നാലെ നടന്ന് അച്ഛൻ ക്ഷീണിച്ചു. അവനെ ഉറക്കാൻ കിടത്തി അച്ഛൻ വിശ്രമിക്കാനിരുന്നപ്പോൾ ബെഡ്റൂമിൽ നിന്ന് അവൻ വെള്ളം ആവശ്യപ്പെട്ടു. അച്ഛൻ അത് നിരാകരിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ വീണ്ടും വെള്ളം ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ആവശ്യം കേൾക്കാത്ത പോലെ അച്ഛനിരുന്നു. വീണ്ടും അവൻ്റെ ആവശ്യം ആവർത്തിച്ചപ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ടു. "ഞാൻ വടിയുമായി വരും" എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് അവൻ ചോദിച്ചു, "വടിയുമായി വരുമ്പോൾ വെള്ളം കൂടി കൊണ്ടുവരാമോ?" അവൻ്റെ ചോദ്യം കേട്ട് അച്ഛൻ പുഞ്ചിരിയോടെ വെള്ളവുമായി അവനടുത്തേക്ക് പോയി. അപേക്ഷകൾ നിരസിക്കപ്പെടുന്നത് അവ അനാവശ്യമായി തോന്നിയതുകൊണ്ട് മാത്രമല്ല, അഭ്യർത്ഥനയിലെ പോരായ്മ കൊണ്ടുകൂടിയാകാം. പൊടുന്നനെ പ്രതികരിക്കണമെങ്കിൽ ചോദിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേപോലെ ഗൗരവം അനുഭവപ്പെടണം. അഹങ്കാരത്തോടെയുള്ള ആജ്ഞകളെ എതിർക്കാം. ആത്മാർത്ഥതയോടെയും നിഷ്കളങ്കതയോടെയുമുള്ള ആവശ്യങ്ങളെ എങ്ങനെ നിരാകരിക്കാനാകും? ചോദ്യങ്ങളുടെ ആത്മാർത്ഥതയെ തിരസ്കരിക്കാതെ ചോദ്യങ്ങളെ ബഹുമാനപൂർവ്വം പരിഗണിക്കാൻ നമുക്കും ശീലിക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.